ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ജയറാം. ഞാൻ ശ്രീകുട്ടൻ. നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും പുതിയ ക്രാഷ് കോഴ്സിനെ പറ്റി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. UGC നെറ്റ് ഇംഗ്ലീഷിനായി കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു പുതിയ ക്രാഷ് കോഴ്സ് അവതരിപ്പിച്ചിരിക്കുന്നു. 60 ഡേ ക്രാഷ് ബാച്ച്. ഇത് ശ്രീകുട്ടൻ സാർ നമ്മുടെ നെറ്റ് ഇംഗ്ലീഷ് ഫാക്കൽറ്റിയാണ്. സാർ, 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് പോലൊരു സബ്ജക്ട് പഠിച്ചു തീർക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. കാരണം പല കുട്ടികളും വിശ്വസിക്കുന്നത് നെറ്റിന്റെ സിലബസ് വളരെ വലുതാണ്. ഓഫ് കോഴ്സ് ഇംഗ്ലീഷ് നെറ്റിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആണ്. ഇപ്പോൾ സിലബസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ തന്നെ കിടപ്പുണ്ട്. സോ നെറ്റിന്റെ സിലബസ് വളരെ വാസ്റ്റ് ആണ്. നമുക്ക് ഡ്രാമ, പൊയട്രി, അതൊക്കെ ഒരു 15-ാം നൂറ്റാണ്ട് തൊട്ട് 21-ാം നൂറ്റാണ്ട് വരെ പഠിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ 60 ദിവസം കൊണ്ട് ഇതെല്ലാം പഠിച്ചു തീർക്കാൻ സാധിക്കുമോ എന്നാണ് കുട്ടികൾ വിചാരിക്കുന്നത്. പക്ഷെ ഉറപ്പായിട്ടും പറ്റും. അങ്ങനെയാണ് നമ്മുടെ കോഴ്സിന്റെ ഒരു സ്റ്റഡി പ്ലാൻ. നമ്മുടെ കോഴ്സിൽ നിങ്ങൾ എൻറോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് 60 ദിവസം നിങ്ങൾ എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു സ്റ്റഡി പ്ലാൻ ആദ്യമേ നിങ്ങളുടെ മുന്നിലേക്ക് തരും. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ചാണ് പിന്നീട് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത്. ഒരു ദിവസം എത്ര വീഡിയോസ് വെച്ച് നിങ്ങൾ കാണണം, എത്ര സമയം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു കോഴ്സിന്റെ ഒപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലോ, നമ്മുടെ സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്സസിന് പുറമെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിന് മറ്റു കാര്യങ്ങൾക്കും വേണ്ടി എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി PDF മെറ്റീരിയൽസ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. 2000-ൽ പരം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് കിട്ടുന്നത്. അതിന് പുറമെ ഇൻ ആപ്പ് എക്സാംസ് ഫോർ ഈച്ച് സബ് ടോപ്പിക്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ നമ്മളൊരു 200-ൽ പരം വീഡിയോ ഉണ്ടെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇത്രയും വീഡിയോ നമ്മൾ എങ്ങനെ കണ്ടു തീർക്കും എന്നൊക്കെയാണ്. നിങ്ങൾ ഒരു ദിവസം 3 മണിക്കൂറെങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നെറ്റ് എന്തായാലും അതിൽ കൂടുതൽ എന്തായാലും മാറ്റി വെക്കണം, ഒരു 3 മണിക്കൂറെങ്കിലും നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 60 ദിവസം കൊണ്ട് ഈ വീഡിയോസും കണ്ടു തീർക്കാം, ക്വസ്റ്റ്യൻസും ചെയ്യാം. നല്ല കോൺഫിഡന്റ് ആണ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പോവാം. യെസ്, നമ്മുടെ കോഴ്സ് ഹൈലൈറ്റ്സ് സാർ പറഞ്ഞു തുടങ്ങിയിരുന്നു. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്. അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 ഇയേഴ്സ് എങ്കിലും എക്സ്പീരിയൻസ്ഡ് ഉള്ള നെറ്റ് കോച്ചിങ് എന്ന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റിയാണ്. ഇവിടെയുള്ള എല്ലാവരും തന്നെ നെറ്റ് JRF ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്. മെന്റർഷിപ്പ് സാർ നേരത്തെ പറഞ്ഞു, നമുക്ക് 60 ദിവസം കൊണ്ട് ഇത് പഠിച്ചു തീർക്കണമെങ്കിൽ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ വേണം. ഏത് ഏരിയയിലാണ് നമുക്ക് വീക്ക്നെസ് ഉള്ളതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാൻ തരുന്ന ഒരു മെന്റർഷിപ്പ് നമ്മുടെ കോഴ്സിന്റെ ഭാഗമാണ്. 200+ സ്റ്റുഡിയോ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്. ഈ 200+ എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓരോ വീഡിയോ വരുന്നത്, ഓരോ സബ് ടോപ്പിക്കിന്റെ വീഡിയോ വരുന്നത് ഒരു 20 to 30 മിനിറ്റ്സ് ആണ്. ഈ 20 to 30 മിനിറ്റ്സ് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇൻ ആപ്പ് എക്സാം ഉണ്ട്. ആ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ട വീഡിയോനെ പറ്റി തന്നെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഇൻ ആപ്പ് വീഡിയോ, നെറ്റിന്റെ ഫോർമാറ്റിൽ തന്നെയുള്ള MCQs ആണ്. 2000+ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. അതിന് പുറമെ കോഴ്സ് ബേസ്ഡ്, യൂണിറ്റ് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലൈവ് സെഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ റെക്കോർഡഡ് ക്ലാസ്സിൽ മാത്രമല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, മെന്റേഴ്സും ഫാക്കൽറ്റീസുമായിട്ട് ലൈവ് സെഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയാസ് വീണ്ടും ചോദിച്ച് മനസ്സിലാക്കാം. വാലിഡിറ്റി ടിൽ എക്സാം. ഈ ക്രാഷ് കോഴ്സ് നമുക്കറിയാം ജൂൺ 13 തൊട്ടാണ് സാർ. ജൂൺ 2nd വീക്ക് തൊട്ട് പറയുന്നു. കൃത്യമായ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഇനി പുറകെ വരുത്തേ ഉള്ളൂ. അതിന് എന്നാണെങ്കിലും കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാം വരെ ഉണ്ടാവും. നമുക്കറിയാം നെറ്റ് എക്സാം എന്ന് പറയുന്നത് കഴിഞ്ഞ എക്സാമിൽ ഇപ്പോൾ 8 lakh എബവ് ആൾക്കാരാണ് എഴുതിയത്. ഇത്രയും പേര് എഴുതുന്ന ഒരു എക്സാം ഉറപ്പായിട്ടും സ്കെഡ്യൂൾ പോലെ പോകാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും ഗവൺമെന്റ് എക്സാംസ് വന്നാലോ കോമ്പറ്റേറ്റീവ് എക്സാംസ് വന്നാലോ ഒക്കെ ചിലപ്പോൾ ഒന്ന് മാറ്റി വെക്കേണ്ടി വരും. അങ്ങനെ മാറ്റി വെച്ചാലും നമ്മുടെ വാലിഡിറ്റി എക്സാം വരെ ഉണ്ടാവും ഈ ക്രാഷ് ബാച്ചിന്. 60 ഡേ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി പ്ലാൻ. 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിച്ചു തീർക്കാം. നിങ്ങൾ എപ്പോൾ എടുത്താലും 60 ഡേയ്സിന്റെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മറ്റൊന്ന് കംപ്ലീറ്റ് സ്റ്റഡി നോട്ട്. ഓരോ വീഡിയോയ്ക്കും നമ്മൾ സ്റ്റഡി നോട്ട് കൊടുക്കുന്നുണ്ട്. ഇൻ ആപ്പ് എക്സാംസ് ഞാൻ പറഞ്ഞ പോലെ ഓരോ സബ് ടോപ്പിക്കിനും ഇൻ ആപ്പ് എക്സാംസ് ഉണ്ട്. ഇത് വരുന്നത് നെറ്റ് ഇംഗ്ലീഷിനാണ് ഈ കോഴ്സ്. നെറ്റ് ഇംഗ്ലീഷ് സാർ നമ്മൾ എത്ര മൊഡ്യൂളാണുള്ളത് ഇവിടെ? ഏകദേശം നമ്മളിപ്പോൾ സിലബസ് നിങ്ങൾ നെറ്റിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ UGCയുടെ സൈറ്റിൽ ഡ്രാമ, പൊയട്രി, ഫിക്ഷൻ അങ്ങനെ മാത്രമാണ് കൊടുക്കുന്നത്. ലിറ്ററേച്ചേഴ്സ് അത്രയും കാര്യങ്ങൾ. പക്ഷെ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് എല്ലാ സാഹിത്യം, എല്ലാ ഭാഷയിലെ, എല്ലാ രാജ്യത്തു നിന്നുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉൾപ്പെടുന്നുണ്ടെന്ന്. പക്ഷെ നമ്മളിവിടെ കൃത്യമായിട്ട് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, ഇന്ത്യൻ, അമേരിക്കൻ, യൂറോപ്യൻ, പോസ്റ്റ് കൊളോണിയൽ, അങ്ങനെ എല്ലാം ഓരോ രാജ്യം അനുസരിച്ച്, ഓരോ ദേശം അനുസരിച്ച് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിന് പുറമെ ക്രിറ്റിസിസം, കൾച്ചർ സ്റ്റഡീസ്, പോസ്റ്റ് വാർ തിയറി, ELT, ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, ലിറ്റററി ടേംസ് ആൻഡ് ഡിവൈസ്, അങ്ങനെ ഒരു 12-13 മൊഡ്യൂളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഓരോന്ന് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഓരോ കാലഘട്ടം, ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് അത് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ഓൾഡ് ഇംഗ്ലീഷിൽ തന്നെ ഓൾഡ് ഇംഗ്ലീഷ് പൊയട്രി, ഓൾഡ് ഇംഗ്ലീഷ് പ്രോസ്, അതിൽ തന്നെ 1-2 ഭാഗങ്ങൾ. അങ്ങനെയാണ് എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാം കോംപ്രിഹെൻസീവ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ സിലബസ് കൃത്യമായി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് വളരെ ലളിതമായിട്ട് ആദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവണം. അല്ലാതെ ഡ്രാമ എന്ന് പറഞ്ഞ് നിങ്ങൾ എവിടുന്നോ തുടങ്ങി ഏതൊക്കെയോ നാട്ടിൽ ആൾക്കാരെ പഠിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കൃത്യമായിട്ട് കൺസെപ്ച്വലൈസ് ചെയ്ത് പഠിച്ചു പോകുന്നതായിരിക്കും നിങ്ങൾക്കും നല്ലത്. സോ അങ്ങനെ ഒരു 10-13 മൊഡ്യൂളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിനെല്ലാം തന്നെ സബ് ടോപ്പിക്സും അതിനകത്ത് 1-2 ഭാഗങ്ങളായിട്ടാണ് എല്ലാം
നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. സാർ നമുക്കിപ്പോൾ നെറ്റ് ഇംഗ്ലീഷിനാണുള്ളത്. നമുക്ക് മറ്റുള്ള കോഴ്സുകൾ എക്കണോമിക്സ്, കൊമേഴ്സ് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, പിന്നെയുള്ള കോഴ്സ് ജനറൽ പേപ്പർ ആണ്. അപ്പോൾ ഈ കോഴ്സ് തന്നെ നമുക്ക് ജനറൽ പേപ്പറിന്റെ ഒപ്പം വാങ്ങാം. ഒപ്പം വാങ്ങിയാൽ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ജനറൽ പേപ്പറിന്റെ പ്രാധാന്യം എന്താണ്? എല്ലാവരും നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സബ്ജക്ട് നല്ലതുപോലെ അവർ പഠിക്കും അല്ലെ. സെൽഫ് സ്റ്റഡി ഒക്കെ നടത്തുന്നവർ നല്ലതുപോലെ സബ്ജക്ട് പഠിക്കും. എന്നിട്ട് ജനറൽ പേപ്പറിന് പരീക്ഷയ്ക്ക് 10 ദിവസം മുന്നേ എല്ലാവരും ആ പരീക്ഷ ഡേറ്റ് വരട്ടെ എന്നിട്ട് ജനറൽ പേപ്പർ നോക്കാമെന്ന് പറഞ്ഞ പലരും ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് മുമ്പുള്ള 10 ദിവസം പോയി ജനറൽ പേപ്പർ പഠിക്കും. അല്ലെങ്കിൽ ഇപ്പൊ മറ്റ് ചില സ്ഥാപനങ്ങളിൽ പോലും ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ട് നല്ലപോലെ പഠിച്ചിട്ട് അവസാനത്തെ ഒരു 10 ദിവസം കൊണ്ടുപോയി ജനറൽ പേപ്പർ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടും. പക്ഷെ അത്തരം കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് വലിയ കാര്യമില്ല. കാരണം 300-ൽ 100 മാർക്ക് വരുന്നത് ജനറൽ പേപ്പറിനാണ്. നിങ്ങൾ 300-ൽ 100 എന്ന് പറയുമ്പോൾ 3-ൽ 1, 33% മാർക്ക് വരുന്നത് ജനറൽ പേപ്പറിനാണ്. നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാനായാലും JRF ക്വാളിഫൈ ചെയ്യാനായാലും ജനറൽ പേപ്പറിന് നല്ലൊരു സ്കോർ, ഒരു 80-85 അബവ് സ്കോർ വാങ്ങിയാൽ മാത്രമാണ് നമുക്ക് നെറ്റ് JRF എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. മാത്രമല്ല പല കുട്ടികൾ ഈ ജനറൽ പേപ്പറിന്റെ സിലബസിനെ കുറിച്ച് ഇപ്പോഴും കുട്ടികൾക്ക് വലിയ പിടുത്തമില്ല. അതാണ് അവർ ഇങ്ങനെ, അതായത് സിലബസിനെ കുറിച്ച് വലിയ പിടുത്തമില്ലാത്തതുകൊണ്ടാണ് അവർ എന്നെ നെഗ്ലക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. എന്താണ് ഈ ഫസ്റ്റ് പേപ്പറിന്റെ സിലബസ്? അത് വെറുതെ നമുക്ക് 10 ദിവസത്തെ ഒരു പ്രിപ്പറേഷൻ കൊണ്ട് പറ്റില്ല. ജനറൽ പേപ്പർ ഞാൻ പറഞ്ഞു 300-ൽ 100 മാർക്ക് വരുന്ന ജനറൽ പേപ്പറാണ്. 10 മൊഡ്യൂളുണ്ട്. ഈ 10 മൊഡ്യൂൾ നമ്മൾ വേറെ എവിടെയും പഠിച്ചിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ ഫിലോസഫി പഠിച്ച ഒരാൾ മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ICT, പോളിറ്റി ആൻഡ് ഗവർണൻസ്, പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ഈ മൊഡ്യൂളൊന്നും ആരും പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് വരുന്ന 100 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെ വേണം എന്നുള്ളതാണ്. ജനറൽ പേപ്പർ സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് നെറ്റ് അല്ലെങ്കിൽ JRF എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ എന്നുള്ളത്. സോ ശ്രദ്ധിക്കുക, ജനറൽ പേപ്പർ എന്ന് പറയുമ്പോൾ 3-ൽ 1 മാർക്ക് നമുക്ക് അവിടെയാണ്. അത് നിങ്ങൾ സബ്ജക്ട് എത്രത്തോളം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അത്രയും തന്നെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ജനറൽ പേപ്പറിനും കൊടുക്കുക. നമ്മുടെ കോഴ്സ് ജനറൽ പേപ്പറിനും വരുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുമിച്ച് എടുക്കാവുന്നതാണ്. ജനറൽ പേപ്പറിന് ഇതുപോലെ തന്നെ ഇൻ-ആപ്പ് എക്സാംസ് ഉണ്ട്, സ്റ്റഡി നോട്ട്സ് ഉണ്ട്, 10 മൊഡ്യൂളും വളരെ വൈഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ കോഴ്സിന്റെ മറ്റു ഡീറ്റെയിൽസിലേക്ക് പോവാം. ക്രാഷ് ബാച്ച് സ്റ്റാർട്ടഡ് ഫോർ ജൂൺ നെറ്റ് എക്സാം, 60 ഡേ സ്റ്റഡി പ്ലാൻ. നമ്മൾ 60 ഡേയ്സ് കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കുന്നു. ബാക്കിയുള്ള ദിവസങ്ങൾ അത്രയും തന്നെ നമ്മൾ റിവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോഴ്സ് ഹൈലൈറ്റ്സ് ഓൾറെഡി പറഞ്ഞു. ഇതുപോലെ സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും നിങ്ങൾക്ക് സൂം മീറ്റ് തന്നെ, അല്ലെങ്കിൽ സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് അങ്ങനെ തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാ ഫാക്കൽറ്റിയും സ്റ്റുഡിയോയിൽ വന്ന് ഇതുപോലെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണുള്ളത്. പിന്നെ ആപ്പ് വഴിയും വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് പഠിക്കാം. യു ക്യാൻ ലേൺ അറ്റ് യുവർ ഓൺ പേസ് എന്നതാണ് നമ്മുടെ കോഴ്സിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. സ്പെഷ്യൽ ലൈവ് സെഷൻസ് ഉണ്ട്, മെന്റർഷിപ്പ് ഉണ്ട്, JRF ഫോക്കസ് ചെയ്തുകൊണ്ട് ഇൻ-ആപ്പ് എക്സാംസ് ഉണ്ട്. ഓരോ സബ് ടോപ്പിക്കിനും ഓരോ വീഡിയോയ്ക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാം. വാലിഡിറ്റി വരുന്നത് എക്സാം വരെയാണ്. നമ്മുടെ ഫീ വരുന്നത് സബ്ജക്ട് പേപ്പറും ജനറൽ പേപ്പറും കൂടി ആണെങ്കിൽ 9,900 ആണ്. സബ്ജക്ട് പേപ്പർ മാത്രമായിട്ട് നിങ്ങൾക്ക് എടുക്കാം 5,900 ആയിട്ട്. ഇനിയിപ്പോൾ ജനറൽ പേപ്പർ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ജനറൽ പേപ്പർ മാത്രമായിട്ട് 4,900. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക. അപ്പോൾ സാർ 60 ഡേയ്സ് കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണല്ലോ? ഉറപ്പായിട്ടും പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ പ്രൈസ് നോക്കുക. 5,900-ന് നിങ്ങൾക്ക് എന്തിലേക്കാണ് നിങ്ങൾക്ക് ആക്സസ് ലഭിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 200-250-ൽ പരം വീഡിയോസ്, 2000-ൽ പരം ക്വസ്റ്റ്യൻസ്, അതൊപ്പം തന്നെ അത്രയും ബൾക്കി ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, ഇത്രയും കാര്യങ്ങൾക്കുള്ള ആക്സസ് നിങ്ങൾക്ക് വെറും ഒരു 6,000 റുപ്പീസിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ചാൻസ്. സാർ പിന്നെ ഇത് നെറ്റ് JRF മാത്രമല്ല, ഇനിയിപ്പോൾ PhD എൻട്രൻസിന് ആയിട്ടായാലും ഉറപ്പായിട്ടും. കാരണം എല്ലാവരും നെറ്റ് കോച്ചിങ്ങിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നെറ്റ് ക്ലിയർ ചെയ്യുന്ന അങ്ങനെയല്ല. കാരണം ഇത് നിങ്ങൾക്ക് പലപ്പോഴും IIT-കളിലെ എൻട്രൻസ് എക്സാം, അത് ചില യൂണിവേഴ്സിറ്റികളുടെ PhD എൻട്രൻസ് എക്സാം, അത്തരം എൻട്രൻസ് എക്സാമുകൾക്ക് പോലും നിങ്ങൾക്ക് സഹായിക്കും ഇത്തരം കോച്ചിങ്ങുകളെല്ലാം. PSC ലെക്ചർഷിപ്പിനുള്ള എക്സാം അതുപോലുള്ള പരീക്ഷകൾക്ക് എല്ലാത്തിനും സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ നെറ്റ് കോച്ചിങ് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ നെറ്റ് പരീക്ഷ ക്രാക്കിയുള്ള സാധനം മാത്രമായിട്ട് നിങ്ങൾ കാണരുത്. ഈ പറയുന്ന പോലെ പല IIT-കളിലും IISER-കളിലും അങ്ങനെയുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെല്ലാം തന്നെ എൻട്രൻസ് പരീക്ഷകൾ ക്ലിയർ ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ പല സർവകലാശാലകളുടെ എൻട്രൻസ് പരീക്ഷകൾ, PhD എൻട്രൻസ് പരീക്ഷകൾ ക്ലിയർ ചെയ്യാൻ നിങ്ങളെ ഇത്തരം കോച്ചിങ്ങുകൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ശരിക്കും നിങ്ങളതൊരു 80 to 90 ഡേയ്സ് നിങ്ങൾക്ക് വാലിഡിറ്റി കിട്ടും. ആ 90 ഡേയ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ PG പഠിച്ചത് ഒന്നും കൂടി തറവ് ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് എൻട്രൻസും ക്രാക്ക് ചെയ്യാൻ പറ്റും. PSC അതുപോലുള്ള എന്ത് എൻട്രൻസ് വന്നാലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ഒരു ചാനലിലുണ്ട്, ഈ ചാനലിൽ എല്ലാ അപ്ഡേറ്റ്സും വരുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് ജനറൽ പേപ്പറിന് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്, ഇംഗ്ലീഷിനൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. സ്റ്റഡി ഗ്രൂപ്പ് മാത്രമല്ല, അതിൽ മോക്ക് ടെസ്റ്റ് സീരീസുകളുണ്ട്. ആപ്പിലും വെബ്സൈറ്റിലും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അതിനുള്ള ലിങ്കും ഒക്കെ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പേപ്പർ 1-ന്റെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ഫ്രീ ആണ്. ഫ്രീ മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂൺ നെറ്റ് എക്സാം ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അഡ്മിഷൻസ് ഉണ്ട്. ഇത്രയും കോഴ്സുകൾക്ക് 1 ഇയറിനുള്ള അഡ്മിഷൻ ഉണ്ട്. ക്രാഷ് ബാച്ചിനുള്ള അഡ്മിഷനും ഇത്രയും കോഴ്സുകൾക്കുണ്ട്. സാർ അപ്പോൾ മോക്ക് ടെസ്റ്റിന് ഒരു പ്രാധാന്യം എന്താണ്?
നമ്മളെന്തായാലും ഈ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം MCQs ഫോർമാറ്റിലാണ് ചോദ്യങ്ങൾ വരുന്നത്, അതിന്റെ പാറ്റേൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആ MCQസിനെ കുറിച്ച് നല്ല രീതിയിൽ ഫെമിലറൈസ് ചെയ്യണം. ഏത് ഏരിയയിൽ നിന്നാണ് ചോദ്യം വരുന്നത്, എങ്ങനെയാണ്, പിന്നെ ടൈം മാനേജ്മെന്റ്, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഉറപ്പായിട്ടും കഴിയുന്നത്ര പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കണം, കഴിയുന്നത്ര മോക്ക് ടെസ്റ്റുകൾ ചെയ്തു നോക്കണം. ആ ഒരു ഇമ്പോർട്ടൻസ് മുന്നിൽ കണ്ടാണ് നമ്മളൊരു ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ ആരംഭിച്ചിരിക്കുന്നത്. നെറ്റിനെ കുറിച്ചുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സ്, പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ്, പുതിയ പുതിയ കാര്യങ്ങൾ, പിന്നെ മോക്ക് ടെസ്റ്റുകളുടെ ഡേറ്റ്, ഇനി നമ്മൾ കഴിഞ്ഞ പരീക്ഷയ്ക്കുള്ളതുപോലെ മെഗാ ലൈവ് സീരീസ്, അതിന്റെ വിവരങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. അതിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിന്റെ ഭാഗമാവാം. ഈ ചാനലിൽ നമ്മൾ ഡെയിലി വീഡിയോസ് പോകുന്നുണ്ട്, ഫ്രീ ക്ലാസ്സസ് ആണ് മിക്കതും തന്നെ ഉള്ളത്, അപ്ഡേറ്റ്സ് ഉണ്ടാവും അതിന് പുറമെ. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മൾ കാണിച്ചത് പേപ്പർ 1ന്റെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ആണ്. ഇത് കൂടാതെ നമുക്ക് നെറ്റ് ഇംഗ്ലീഷിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഓൾറെഡി രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് ആയി, നിങ്ങൾക്ക് ആദ്യത്തെ മോക്ക് ടെസ്റ്റും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാം ലൈവ് ആണ് എപ്പോഴും ആപ്പിൽ. സോ നെറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് സ്റ്റഡി ഗ്രൂപ്പ് ഫോർ മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് സ്റ്റഡി നോട്ട്സ്, ഇത്രയും കാര്യങ്ങൾ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ട്. സോ ജോയിൻ ദ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫോർ മോക്ക് ടെസ്റ്റ് ഡീറ്റെയിൽസ്, സ്റ്റഡി നോട്ട്സ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. സോ ഇംഗ്ലീഷിനായാലും ഇപ്പൊ നമ്മൾ ഒരു കറക്റ്റ് ഉത്തരം മാത്രമല്ല കണ്ടെത്തുന്നത്, നമ്മൾ ബാക്കി 2-3 അതെ, അതായത് നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിന്റെ ഉത്തരം അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഈ ചാനലിൽ തന്നെയുള്ള കഴിഞ്ഞ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് നമ്മൾ നടത്തിയ മെഗാ ലൈവ് സീരീസ് നിങ്ങൾ കണ്ടാൽ മതി. നമ്മൾ ഒരിക്കലും ഒരു ചോദ്യം എടുത്ത് ഉത്തരം പറയുക മാത്രമല്ല, മറിച്ച് ആ ചോദ്യം അത് എങ്ങനെയാണ് ഉത്തരത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നത്, എന്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഓപ്ഷനിൽ വന്നു, ആ ഓപ്ഷനിൽ എന്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ വന്നു, അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ ഒരു അനാലിറ്റിക്കൽ ഡിസ്കഷൻ ആയിരിക്കും നടത്തുന്നത്. സോ ഡോണ്ട് മിസ് ഔട്ട്. നമ്മുടെ ജനറൽ പേപ്പർ മോക്ക് ടെസ്റ്റിന്റെ ഭാഗമാവുക, ഇംഗ്ലീഷ് മോക്ക് ടെസ്റ്റിന്റെ ഭാഗമാവുക. ജൂൺ എക്സാം ടാർഗറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. സോ ഡോണ്ട് വേസ്റ്റ് ടൈം, ജോയിൻ CC. താങ്ക് യു.